ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പം മറ്റൊരു വീഡിയോയിലോട്ട് വെൽക്കം ബാക്ക്. അപ്പം ഞാനിത് കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ബെസ്റ്റ് ഫ്രണ്ട് തേടി എല്ലാ ദിവസവും അതാണല്ലോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട് റിനോവേറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് പോവാണ്. ഏകദേശം ഒരു വീക്ക് ആവുകയാണ്. ഏകദേശം ഒരു വീക്ക് ആവും അത് റിനോവേറ്റ് ചെയ്ത് കിട്ടാൻ. വലിയ റിനോവേറ്റിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് റിനോവേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പം ഞാനിവിടെ ഒരു ലോഡ്ജ് എന്താണ് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഒരു വീക്ക് താമസിക്കുന്നത്. ആ റെഡ് ലോഡ്ജിലാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു വീക്ക് താമസിക്കുക. ഇവിടെ ഞാനൊരു ഇത് സ്റ്റീൽ ചെയ്തുകൊണ്ട് വന്നതാണ്. എൻ്റെ മോനെ ഇടിച്ച് അത് സീനില്ല, നമുക്ക് പോവാം. അല്ല എൻ്റെ കയ്യിൽ എന്താടി മൊബൈൽ ഇരിക്കുന്നത്? മൊബൈൽ ഇരിക്കുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നാണ് ആ ദിവസം. എനിക്ക് എൻജോയ്മെൻറ്റ് കിടന്ന് ചാടിച്ച് നോക്കിയതാണ്. എൻ്റെ വീട് ഇന്ന് റിനോവേറ്റും അപ്ഗ്രേഡും ചെയ്ത് കിട്ടി. ഒരു മാൻഷൻ പോലെ തന്നെ ആവും. എൻ്റെ മോനെ, എൻ്റെ സ്പ്ലെൻഡറാണിത്. മറ്റേ എന്താണ് കൊഗിനിസ ഞാൻ കത്തിച്ചളഞ്ഞത്. എൻ്റെ കത്തിച്ചതല്ല, പോലീസ് വന്നപ്പോൾ അവർക്ക് കൊടുത്തു. ഞാൻ ഇച്ചിരി വെടിയൊക്കെ വെച്ച് അതിന് ഇച്ചിരി പ്രോബ്ലം ആക്കിയിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് പിന്നെ എൻ്റെ പേര് കേസാവത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ പഴയ സ്പ്ലെൻഡർ എടുത്തുകൊണ്ടാണ്, എൻ്റെ ഡിഫൻഡറും അവിടെ വെച്ചേക്കാണ്. അതുകൊണ്ടാണ് പഴയ സ്പ്ലെൻഡർ എടുത്തത്. അപ്പം നമ്മുടെ വീട് കാണാൻ പോയത് എൻ്റെ വീടാണ്. ഇതെന്തോ ഇത് ബിൽഡിങ്ങാ? അല്ല എന്നില്ല ബ്രേക്ക് പിടി. ഇത് എൻ്റെ വീടാണോടെ? അയ്യോ, ഇതിൽ എങ്ങനെ പാർക്ക്? അയ്യോ എന്താടേ ഇത്? എൻ്റെ വണ്ടി കിടന്ന് വിറയ്ക്കുന്നല്ലോടെ. അയ്യോ, റിവേഴ്സ് എടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തൽക്കാലം ഇറങ്ങാം, അല്ലാതെ വേറെ വഴിയില്ല. അയ്യോ ഇതെന്തിത്? അയ്യോ എൻ്റെ മോനെ, അയ്യോ എൻ്റെ സ്പ്ലെൻഡറിൻ്റെ കാര്യത്തിന് തീരുമാനമായി. അത് ഞാൻ അവിടെ വെച്ചേക്കാണ്. സ്പ്ലെൻഡറിനെ വിളിച്ചതിനെ വെച്ച്. അല്ലടാ, ഇവിടെ ഈ സാധനം ഇരിക്കുന്നുണ്ട്. എൻ്റെ തല ഇടിക്കുന്നു. ഇവിടെ ആണെങ്കിൽ വലിഞ്ഞ് കയറാനും പറ്റുന്നില്ലല്ലോ. ഇതിപ്പോൾ എന്ത് കഷ്ടമാണ്. ഞാൻ ഡോൺ ക്യാമറ ഒന്ന് ഓണാക്കട്ടെ കേട്ടോ. ഞാൻ ഡോണൊന്ന് ഓണാക്കട്ടെ. എൻ്റെ ഡോൺ അടിച്ചാൽ ഡോൺ വരുമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ല ഇതിപ്പോൾ എന്താണ്? അയ്യോ ഇത് കാടാണോ കണ്ടേനത്? റോഡ് അല്ല, എൻ്റെ സ്വിമ്മിംഗ് പൂൾ എന്തിയാ ഗൈസ്? ഈ ഡോൺ എൻ്റെ സ്വിമ്മിംഗ് പൂൾ എല്ലാം വറ്റിപ്പോയി. ഇവിടെ തറയിൽ ടൈലിട്ടേക്കുന്നു. എൻ്റെ ഡിഫറെൻ്റ് സ്വിമ്മിംഗ് പൂളിലാണോ പാർക്ക് ചെയ്തിരിക്കുന്നത്? എൻ്റെ വീട്ടിൻ്റെ അകത്ത് പുല്ല് ബിൽഡിങ്. അയ്യോ, റിനോവേറ്റ് ചെയ്യാൻ കൊടുത്തത് പണിയായല്ലോടെ. എൻ്റെ ജിമ്മിൻ്റെ സെക്കൻഡ് നല്ല പൂട്ടി വെച്ചേക്കുന്നു. അയ്യോ ഇതെന്താണ്? അയ്യോ എനിക്ക് പേടിയാവുന്നല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് എത്ര രൂപ ഇതിന് കൊടുത്തത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കോടി മതക്കി വില കൊടുത്തിട്ടാണ് ഇത് ഞാൻ മേടിച്ചത്. ഇനി എന്തോ ചെയ്യും ഞാൻ? അയ്യോ എനിക്ക് കരച്ചിൽ വരുന്നല്ലോടെ. നമ്മളിപ്പോൾ എന്തോ ചെയ്യും? എനിക്കിനി വീട്ടിൽ കയറാൻ കൂടി പറ്റുന്നില്ല. നമുക്ക് ആ കൺസ്ട്രക്ഷൻ ഏരിയയിൽ പോയിട്ട് ഈ ചെയ്യിപ്പിച്ചവനെ കാണണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ സ്പ്ലെൻഡറാണ്. ഞാൻ പണ്ട് യൂസ് ചെയ്യുന്നത്. ഇത് റെഡ് സ്പ്ലെൻഡർ. ഞങ്ങൾ പണ്ട് എപ്പോഴും സ്പ്ലെൻഡർ തരുന്നത്. എനിക്ക് പിന്നെ ഒരു ബ്ലാക്ക് സ്പ്ലെൻഡർ എൻ്റെ അച്ഛൻ മേടിച്ച് തന്നത്. ഇതെൻ്റെ ചേട്ടൻ്റെ റെഡ് സ്പ്ലെൻഡറാണ്. എൻ്റെ സ്പ്ലെൻഡറിൻ്റെ കാര്യത്തിന് തീരുമാനമായി. അത് പിന്നെ ഞാൻ വാസുവിൻ്റെ ഷോറൂമിൽ ശരിയാക്കാനും കൊടുത്തു. അല്ല ഇതെടുത്ത് ഞാൻ നന്നായിട്ട് ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഒരാഴ്ച കൊണ്ട് പണി തീർക്കാം. ഇത് ഹൈടെക് ആയിട്ട് പണിയാമെന്ന് പറഞ്ഞാൽ 1 കോടി രൂപ വെച്ച്. ഇതിപ്പോൾ എന്ത് ഹൈടെക്കാണ് അറിഞ്ഞുകൂടാ. എനിക്ക് പിന്നെ റീസെൻ്റ്ലി മറ്റേ ടോമീസ് മിഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ക്യാഷ് കിട്ടുന്നുണ്ട്. നിങ്ങളെ കാണിച്ചില്ലായിരുന്നു ഒരു വീഡിയോ. മാറി ചേച്ചി, ഇപ്പോൾ ചേച്ചി വടിയായതിനെ കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ ഇവിടെ കണ്ടല്ലേ, കണ്ട കൺസ്ട്രക്ഷൻ സൈറ്റ് എത്തിയിട്ടുണ്ട്. സോ വീഡിയോ ഇത് ലൈക്ക് ചെയ്താണെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. എന്നാലേ നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് ചെയ്ത് നമ്മുടെ വീടൊക്കെ ശരിയാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്യാം. അല്ല ഇവിടെ ആരും ഇല്ലേ? ഹലോ സാറേ, ഞാനാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ. സാറിൻ്റെ വീടല്ലോ ഒന്ന് പണിഞ്ഞ് തരണമെന്ന് പറഞ്ഞു. ഞാൻ പണിഞ്ഞ് തന്നായിരുന്നല്ലോ. എന്തിനുണ്ട് സാറേ? സുഖമല്ലേ? സൂപ്പറല്ലേ? സൂപ്പർ. ഇതാണോ നിൻ്റെ വീട്? ഞാൻ എത്ര കോടിയാടാ ചിലവാക്കി. ഇതിന് നീ എന്തോ ചെയ്തു വെച്ച്? എന്തോ ടൈലും ടാറും എന്തൊക്കെയോ ഇട്ട് എൻ്റെ സ്വിമ്മിംഗ് പൂൾ വരെ വറ്റിച്ച് എൻ്റെ ജിംനേഷ്യം കാണുമെന്ന് ഫുള്ള് തരികിടയായി കിടക്കുമോ. നീ എന്തോ ചെയ്തു വെച്ച്? അത് പിന്നെ സാറല്ലേ പറഞ്ഞു ഭയങ്കര വിയേർഡും സൂപ്പറായിട്ട് ഉണ്ടാക്കണമെന്ന്. അല്ല, വിയേർഡെന്ന് ഉദ്ദേശിച്ചത് ഇച്ചിരി നല്ലപോലെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര ഡിഫറെൻ്റ് ആവണമെന്നോ? ഡിഫറെൻ്റൊക്കെ എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ സാറേ. നിന്നെ ഞാൻ എന്തോ ചെയ്യണം? എൻ്റെ കാശ് തിരിച്ചതാ. ഇത് പറ്റൂല, ഞങ്ങൾക്കിനി ഇത് പൊട്ടിച്ചോളാനൊന്നും പറ്റത്തില്ല. സാറ് വേണമെങ്കിൽ സാറ് തന്നെ പൊട്ടിക്ക്. എടാ ഇവനെ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണി. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇന്നപ്പടി അവൻ അത്രയേ ഉള്ളൂ. അവൻ എൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആവണം. വിയേർഡെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. ആദ്യം വിയേർഡെന്ന് പറഞ്ഞിട്ട് സോറി, വിയേർഡല്ല, ഇച്ചിരി ഡിഫറെൻ്റ് ആവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വിയേർഡെന്ന് അവൻ അങ്ങ് കേട്ടപ്പോൾ തൊട്ട് അവൻ വിയേർഡിൽ പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളെന്തോ ചെയ്യും? എൻ്റെ ഡിഫറെൻ്റത് കൂടി അവൻ്റെ പുറത്ത് എടുക്കാൻ പറ്റത്തില്ല. അയ്യോ ഇടിക്ക്. അയ്യോ സാർ ചേച്ചി മാറും.
അയ്യോ ചേച്ചി കിടന്ന് നിലവിളിക്കുന്നല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റും. ഞാനിപ്പോൾ എവിടെ താമസിക്കും? നമുക്ക് സുഗുണൻ്റെ വീട്ടിൽ പോയി കുറച്ച് നാൾ നിൽക്കാം, അല്ലാതെ വേറെ വഴിയില്ല. അല്ല, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഫ്രണ്ട്സ്, അതിൽ നിങ്ങൾ മിസ്റ്റീരിയോനെ കണ്ടിരുന്നു. മിസ്റ്റീരിയോ എൻ്റെ മിസ്റ്റീരിയസ് ലംബോഗിനി സിയാനിലെ അദ്ദേഹത്തിൻ്റെ മിസ്റ്റീരിയസ് കാണിച്ച് വെച്ച് എനിക്ക് പിന്നെ ആ കാർ എടുക്കാൻ കൂടി പറ്റാതായി. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിസ്റ്റീരിയോയുടെ വീട്ടിലോട്ടാണ്. മിസ്റ്റീരിയോ ഇച്ചിരി ദുഷ്ടനാണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ് കുഴപ്പമില്ല ഗൈസ്, ഞാൻ തന്നെ ഒരു എൻജിനീയർ അല്ലേ. ഞാനിത് അത്യാവശ്യം എൻജിനീയറിംഗ് ഒക്കെ അറിയാവുന്ന ആളാണ്. ഞാൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ പോയി എന്താണ് നമുക്ക് എൻ്റെ വീടങ്ങ് ഡിസൈൻ ചെയ്തിട്ട് ഇതൊക്കെ അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതല്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനായി എൻ്റെ മാന്ത്രിക മൊബൈൽ എടുക്കണം. എൻ്റെ മാന്ത്രിക മൊബൈലിലെ RGS ടൂള് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. അല്ല ഈ വീട്ടിലിപ്പോൾ എങ്ങനെയാടെ കയറുക? ഇനി സുഗുണൻ്റെയും ബിഗിടൻ്റെയും ആരുടെയും ഹെൽപ്പ് ചോദിച്ചാൽ ഒന്നും നടക്കുന്നില്ല. അയ്യോ എൻ്റെ പോനെ, എപ്പോഴും നടുവോടിയും. കുഴപ്പമില്ല, ഷൂ എല്ലാം ഇട്ടേക്കുന്നത്, അതുകൊണ്ട് കാല് വേണിച്ചില്ല. അല്ല ഇതെന്തോ സംഭവം? ഇത് പഞ്ഞി കഷ്ണോ? അയ്യോ ഇതെന്തോ സാധനം എനിക്കറിയത്തില്ല കേട്ടോ. ഞാനൊക്കെ ഇതെന്തോ സംഭവമാണ്. അയ്യോ അല്ല ഇവിടെ കുഞ്ഞു വീടുണ്ടല്ലോ എൻ്റെ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ നമ്മൾ RGS ടൂൾ എടുക്കാൻ പോവുകയാണിപ്പോൾ. എന്നിട്ട് നമുക്കിപ്പോൾ ഈ സംഭവം ചെയ്യണം. RGS ടൂളിൽ നമ്മൾ MODO എന്ന് ടൈപ്പ് ചെയ്യുക, മോഡ് ഓൺ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം നമുക്ക് മോഡ് ഓൺ ആയി കിട്ടും. ഇനി നമുക്കിത് വെച്ച് ഫുൾ ഇത് എഡിറ്റ് ചെയ്യാം. ആദ്യം ഇതങ്ങ് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇതാ കണ്ട എൻ്റെ എൻജിനീയർ ബുദ്ധി വെച്ച് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തു. നോക്ക് അതാണ് എൻ്റെ ശക്തി. ഈ സാധനം എന്തുവാ? ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സിമെൻറ്റ് കട്ടയാണെന്ന് തോന്നുന്നു. ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേടേ. അയ്യോ ഇതെന്താടേ, ഒന്നും പറ്റുന്നില്ലല്ലോ. ഗൈസ് മാക്സിമം സാധനങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. കണ്ടില്ല, ഇതൊക്കെ ആരുടെ അവന് ഇപ്പം ഞാൻ തരുന്നു. സ്ട്രീറ്റ് ലൈറ്റൊക്കെ എടുത്ത് നമ്മുടെ വീട്ടിൽ വെച്ചേക്കുക. ഇത് ഞാൻ പിന്നെ എൻജിനീയറിങ് പഠിച്ചിട്ടുണ്ട്. വീട് പണിയുന്ന എൻജിനീയറിങ്ങാണ് ഞാൻ പഠിച്ചത്. ഈ സാധനം നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ സംഭവം എന്തുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വലിയ സാധനം, ഇത് ഡിലീറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് ഞാൻ കുഴിച്ച് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലൂടെ ടെലിപ്പോർട്ട് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാ മറ്റേ പൂച്ചട്ടി. അയ്യോ എൻ്റെ വീടിൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു ലക്ഷത്തിൻ്റെ കൂടുതലായിട്ടായി സ്വിമ്മിംഗ് പൂൾ അവന്മാർ മരം പണിഞ്ഞു വെച്ചേക്കുന്നത്. അവന്മാരെ സമ്മതിക്കണം. പക്ഷേ ഈ RGS ടൂൾ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലേ എനിക്കിപ്പോൾ ഈ മരങ്ങളൊക്കെ വെട്ടി തീർത്താലേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ എങ്ങനെ താമസിക്കും? സുഗുണനാണെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോയിക്കുക, അവൻ്റെ വീട്ടിൽ കയറ്റത്ത് കൂടിയില്ല. സോ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ. ഇതെന്താടേ റാംബോ? അറിയത്തില്ല, നമുക്ക് പൊക്കി നോക്കാവേ. ഇത് റാമ്പല്ലേ? നമ്മുടെ ആ സിറ്റിയിലുള്ള റാമ്പൊക്കെ ഇമ്മാതിരി പൊട്ടിച്ചോണ്ടൊന്ന് ഇവിടെ വെച്ച് ഞാൻ ഇച്ചിരി വിയേർഡ് ആക്കണമെന്ന് തന്നെ. ഇൻ ദ സെൻസ് ഇതല്ലേ ബിൽഡിങ്. ഈ ബിൽഡിങ് ഞാൻ ഇങ്ങനെ പൊട്ടിക്കും. അയ്യോ ഇതെന്താണിത്? ഞാൻ അത് പൊട്ടിക്കട്ടെ ഗൈസ്. 1.5 മണിക്കൂർ എന്തായാലും എടുക്കും. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി 1.5 മണിക്കൂർ എടുത്ത് ഇവിടെയുള്ള ബിൽഡിങ് തീർത്ത്. അയ്യോ ഇല്ല, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോടേ. അപ്പോൾ അതും കൂടി തീർക്കണം. ഇതെന്തോടെ ഗ്ലിച്ചടിച്ച് പോയി നമ്മുടെ ഗെയിം ഫുള്ള്. നമ്മുടെ വീട് മായ്ക്കണം. വീട് എന്തിനാണ് മായ്ക്കുന്നത്? ഇതെന്തോ ഗൈസ്? കമ്പ് കഷ്ണം. എന്തിത്? എനിക്കറിയത്തില്ല. ഏതാ ഇത്? റോഡാണോ? റോഡാ. ഇവര് റോഡൊക്കെ എടുത്തോണ്ട് വന്ന് പണിഞ്ഞു വെച്ച്. അയ്യോ ഇവരെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് 1 ലക്ഷത്തിനൊന്നും അല്ല. ഇതിന് എന്താണ് 1,000 രൂപ കൊടുക്കണം ഇങ്ങനത്തെ ഒരു സാധനം പണിയാൻ. നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യണമല്ലോ. ഇതൊരു പണിയാണ്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മുടെ വീട്ടിലുള്ള എല്ലാ സംഭവവും പോയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ടാഗ് മാത്രമേ ഉള്ളൂ, അതും കൂടി റിമൂവ് ചെയ്യണം നമുക്ക്. ഓക്കെ, ഇവിടെ എന്തോ സംഭവമുണ്ട്. ഇത് വേറെ ടൈപ്പ് ടൈലാണ്, ഇതും കൂടി റിമൂവ് ചെയ്യാം. കണ്ടില്ല, ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. കണ്ട ഈ ടൈലൊന്ന് മാറ്റിയത്. ഇത് കഴിച്ചാൽ നല്ല ലുക്കുണ്ട് കേട്ടോ. മറ്റേ പോലീസ് സ്റ്റേഷനിലെ ടൈലാണെന്ന് തോന്നുന്നു. അല്ല സ്വിമ്മിംഗ് പൂളിലെ ടൈൽ. ഓക്കെ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ വീട് ക്ലീൻ ചെയ്തു. പക്ഷെ ക്ലീൻ ചെയ്തില്ല. കുഴഞ്ഞത് കാരണം കണ്ണും കാണുന്നില്ല. എനിക്ക് വിശക്കുന്നു. ഞാൻ എപ്പോഴും ഹോട്ടലിൽ പോയാൽ കഴിക്കുന്നത്. എന്ത് ദിവസം എന്നറിയ ഗൈസ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്? ഇതെന്താണ്? അയ്യോ അത് വാട്ട് വാസ് ദാറ്റ്? നില്ല് നമുക്ക് ഇവിടെ കയറിയിരിക്കണം. ഇതെന്തോടെ ഷീറ്റോ ടാറോ ലൈറ്റോ എന്തോടെ ഇത്? അയ്യോ എൻ്റെ കാറ് തന്നെ മൂവ് ചെയ്യുന്നു. നമ്മുടെ വീട് തന്നെ മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. അയ്യോ ഇത് നമ്മുടെ വീട്. എവിടെ പോയത്?
എന്തുവാണേ ഇത് ഗൈസ്, എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, ഡിലീറ്റായി. സോ ഗൈസ് ഫൈനലി നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തൊക്കെയാണ് ഗൈസ്. MODOF അടിക്കുക, അപ്പോൾ OFF അടിക്കുക, അപ്പോൾ നമ്മുടെ മോഡ് ഓഫ് ആവും. സോ താങ്ക് യു RGS ഫോർ ദിസ്. അയ്യോ, ഇത് നമ്മുടെ വീടിൻ്റെ കോൾ എന്തെങ്കിലും കുഴപ്പം വല്ലതും ആയി ഞാൻ നോക്കട്ടെ, നമുക്ക് നോക്കി നോക്കാവേ. നിങ്ങൾ ഡോൺ അടിക്കുക ഗൈസ്. അപ്പോൾ ഡോൺ അടിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഡോൺ മോഡ് ഓൺ ആവും. ഓക്കെ 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 ഓക്കെ, ഇവിടെ കുഴപ്പം വലുതായിട്ടൊന്നും ഇല്ല. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയായെങ്കിലും എൻ്റെ വീട് റിനോവേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ വീട് തിരിച്ചു കിട്ടിയില്ല, ഭാഗ്യം. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വെയിറ്റ് സ്വിമ്മിംഗ് പൂളിൽ എന്തെങ്കിലും ഉണ്ട്? അയ്യോ, എൻ്റെ വെള്ളത്തിന് എന്തെങ്കിലും പറ്റിയാ? അയ്യോ, ഇതെന്നടേ ഗ്ലിച്ച് പിടിച്ച? അയ്യോ, എൻ്റെ വെള്ളത്തിന് എന്തോ പറ്റിയല്ലോടെ, എനിക്ക് സ്റ്റക്ക്. അയ്യോ, പണി കിട്ടിയല്ലോടെ. ഇതിപ്പോൾ അയ്യോ, ഞാൻ വെള്ളത്തിൽ നിൽക്കുന്ന ഇതെന്ത് മതിമായോടെ, ഇതിപ്പോൾ വലിയ കഷ്ടമാണല്ലോ. ഇപ്പം നമ്മൾ എന്തോ ചെയ്യും? ഇതിൻ്റെ അകത്ത് എന്തൊക്കെയല്ലോ ഏതൊക്കെ വന്ന്. സോ നമുക്ക് മേശിരിയെ വിളിച്ച് പറയാം. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ കാര്യം കാണിച്ചത്, അതിപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നൊരു കാര്യമാണ്, എങ്ങനെ ട്രെഡ്മില്ലിൽ ഓടാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഈ ഗെയിമിൽ ട്രെഡ്മില്ലിൽ ഓടാൻ പറ്റുമെന്ന്. ഓടാൻ നടക്കാൻ പറ്റും. ഇത് ഗ്ലിച്ചാണ്, ട്രിക്കാണ്. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്ക് മാത്രമേ ഈ ട്രിക്ക് മനസ്സിലാവും. അപ്പോൾ അയ്യോ എന്തോടെ ഗ്ലിച്ചായി. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്ക് ഈ ട്രിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ട്രെഡ്മില്ലിൻ്റെ അകത്ത് വന്ന് കുറച്ച് ഇങ്ങനെ നിൽക്കുക, ഈ സൈഡിലായിട്ട് നിൽക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡോൺ മോഡ് ഓൺ ചെയ്യാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ജോയ്സ്റ്റിക്ക് പതുക്കെ ഒന്ന് അനക്കിയിട്ട് പ്ലസ് ഞെക്കുക. അതാ കണ്ടോ നമ്മുടെ ക്യാരക്ടർ. അയ്യോ, ഇത് പതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. അതാണ് നമ്മൾ നടന്നോണ്ട് ഡോൺ മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ നടക്കുന്ന കണക്ക് കാണും. അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ ഇപ്പോൾ അതാ കണ്ടോ നമ്മുടെ ട്രെഡ്മില്ലിൽ ഓടുന്ന ആനിമേഷൻ വന്നു. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ലൈക്ക് നമ്മുടെ ബാബുമോൻ ഫ്രാങ്ക്ലിനാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീർത്ത് കുളിച്ചല്ലേ നമ്മുടെ ഈ വീട് ഫുള്ള് നന്നാക്കിയേ. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.